ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാർ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാർ ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, പ്രത്യേകിച്ചും പുതിയ സബ്സ്ക്രൈബേഴ്സിന്. ഒപ്പം തന്നെ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഗുണം ചെയ്യുന്ന അറിവുകൾ വീഡിയോയിൽ നിന്ന് ലഭിക്കും. അതായത് കണ്ടന്റ് എന്ന് പറയുന്നത് ഗിയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കൺഫ്യൂഷനും സംശയങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഒരുപാട് പേരെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഈ പഠിപ്പിച്ചു പോകുന്നതിലൂടെ പുതിയ പുതിയ അറിവുകൾ ഒരു ബിഗിനറിന് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്വയമായിട്ട് എനിക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയാറുണ്ട്. കാരണം ഗിയർ മാറുന്ന സമയത്ത് ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടെ വിലയിരുത്തിക്കൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗിയർ ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഇനി നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ക്ലിയർ ആകാനും തെറ്റാതിരിക്കാനും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഷെയർ ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു ഗിയർ ലിവറിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ന്യൂട്രൽ പൊസിഷനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം ഈ ഗിയർ ലിവർ ഏറ്റവും ടോപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ലിവർ ന്യൂട്രൽ പോയിന്റിൽ വരുന്നു. ഇവിടുന്ന് ഒന്നും കൂടെ താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ അടുത്തൊരു ഗിയറിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിന് 3 പൊസിഷനുണ്ട്. താഴോട്ട് വരുന്നു, സെൻറ്റർ പൊസിഷൻ, മേളിലേക്കൊരു പൊസിഷൻ. ഓക്കെ, നിങ്ങൾ നോക്കുക, സെൻറ്റർ, താഴോട്ടൊരു പൊസിഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ന്യൂട്രൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ന്യൂട്രൽ എന്ന് പറയുന്നത് ഈ ലിവറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ലിവറിൻ്റെ ഇങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വരുന്നത് ന്യൂട്രലാണ്. അതായത് പലരും ചിന്തിച്ചേക്കുന്നത് ന്യൂട്രൽ എന്ന് പറയുന്നത് ഈ നടുഭാഗമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പം ഞാൻ ന്യൂട്രലാക്കിയാണ് ഗിയർ ഇട്ടേക്കുന്നത്. ഇവിടുന്ന് ഇങ്ങേയറ്റം മുതൽ സെൻറ്റർ വരുന്നു, ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്നു. ഇത്രയും ന്യൂട്രൽ ഏരിയ ആണ്. അപ്പോൾ നമ്മളൊരു ഗിയർ ഇടുന്ന സമയത്ത് ഈ ന്യൂട്രൽ ഏരിയയിൽ ഏത് ഭാഗത്താണ് ഓരോ ഗിയർ കിടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മേളിലേക്ക് കിടക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഗിയർ. അപ്പോൾ സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ ഏരിയയിൽ ഇങ്ങേ ഏരിയ വന്നിട്ട് താഴോട്ട് വരുമ്പോഴാണ് സെക്കൻഡ് കിടക്കുന്നത്. അപ്പം ന്യൂട്രൽ ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത്, ഇവിടുന്ന് ഇത് ഇങ്ങനെ ഇടുക എന്നുള്ളതല്ല. ഇവിടുന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ കൈ ചേർത്ത് പിടിക്കുക. ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ തന്നെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് മേളിലേക്ക്, അതായത് നമ്മൾ ഈ ന്യൂട്രൽ പോയിന്റ് ഇങ്ങനെ കൈ വരുന്നു, ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുന്നു, മേളിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫസ്റ്റ് ഗിയർ വീഴും. ഇനി ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈൻ നോക്കുക. ഇവിടുന്ന് നേരെ താഴോട്ട് വന്നാലേ നമുക്ക് സെക്കൻഡ് വരത്തുള്ളൂ. അപ്പം സെക്കൻഡ് വരുമ്പോൾ ഇവിടെ ഇടയ്ക്കുള്ള ഈ ന്യൂട്രൽ പോയിന്റിൽ വന്നിട്ടേ നമുക്ക് സെക്കൻഡ് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ജസ്റ്റ് ഈ ലിവർ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അതായത് ഈ സൈഡിലേക്ക് തന്നെ ചേർത്ത് പിടിച്ച് നമ്മളിത് താഴോട്ട് വരുന്നു. ഇപ്പോൾ ന്യൂട്രൽ വന്നു, അതിനുശേഷം തൊട്ട് താഴോട്ടിട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ക്ലിയർ ആയിട്ടിടാം. അപ്പോൾ ആ ന്യൂട്രൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോഴോ, തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ഈ ലിവറിൽ നോക്കുക. തേർഡ് ഗിയർ എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് ആദ്യം ന്യൂട്രൽ പോയിന്റിൽ ഇവിടെ വരണം. പലരും ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നോക്കും. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇടാൻ നോക്കും. ഇങ്ങനെ ഇടരുത്, ഇത് റോങ് ആണ്. അതിന് എന്ത് ചെയ്യണം, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ കിടക്കുന്ന സമയത്ത് ഇവിടുന്ന് നേരെ മുകളിലേക്ക് വരിക. അതിന് ജസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പതിയെ ലിവർ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇത് ന്യൂട്രലിൽ വരും. ന്യൂട്രലിൽ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലിവർ സെൻറ്ററിൽ വരും. അതായത് ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡിൽ നിന്ന് ഞാനിത് ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് കൈ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ലിവർ കണ്ടോ സെൻറ്ററിൽ വരും. ഈ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ്. കാരണം എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ സെൻറ്ററിൽ വന്നിട്ട് ഇത് ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് തേർഡ് ഗിയർ ഇടാം. അപ്പം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, സെക്കൻഡ് ഗിയറിൽ നിന്ന് പതിയെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ലിവർ കറക്റ്റായിട്ട് സെൻറ്ററിൽ വരും. ഇവിടെ നിന്ന് നേരെ മേളിലേക്ക് ഇട്ടാൽ നമുക്ക് തേർഡ് ഗിയർ ഈസി ആയിട്ട് ഇടാൻ കഴിയും. ഇനി ഫോർത്ത് ഗിയറിലേക്ക് എങ്ങനെ ഇടാം? ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫോർത്ത് ഗിയർ എന്ന് പറയുന്നത് ഈ ന്യൂട്രൽ പോയിന്റിൻ്റെ സെൻറ്ററും കഴിഞ്ഞ് താഴെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടുന്ന് ഗിയർ താഴോട്ട് ഇടുന്ന സമയത്ത് ഇത് സെൻറ്ററിലേക്ക് വരും. കണ്ടോ, സെൻറ്ററിൽ വന്നു, എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫോർത്ത് ഇടുക. അപ്പോൾ തേർഡും ഫോർത്ത് ഇടുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഫിഫ്ത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ, ഫിഫ്ത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഫ്ത്തിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റിൽ സെൻറ്ററിൽ വരിക, എന്നിട്ട് ഇങ്ങോട്ട് ചേർക്കുക, മേളിലേക്ക് ഇടുക. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ന്യൂട്രൽ പോയിന്റിലേക്ക് ഇങ്ങനെ തന്നെ
നേരെ വരുന്നു. എന്നിട്ട് റൈറ്റ് ചേർക്കുക, മുകളിലേക്ക് ഇടുക. കണ്ടോ? അപ്പം നമുക്ക് കറക്റ്റ് 5th ഗിയറിലേക്ക് ഇടും. ഇനി 5th ഗിയറിൽ നിന്ന് വീണ്ടും നമുക്ക് 4th പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? ലിവർ ഈ സൈഡ് ചേർന്ന് തന്നെ പിടിക്കണം, എന്നിട്ട് താഴോട്ട് വരിക. പലരും എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങനെയൊക്കെ വലിക്കും. അങ്ങനെ ചെയ്യരുത്. ഇങ്ങോട്ട് തന്നെ ചേർത്ത് പിടിച്ച് ന്യൂട്രൽ വരുന്നു. ന്യൂട്രൽ വന്നിട്ട് ഒന്ന് കൈ അയച്ചു കഴിഞ്ഞാൽ ലിവർ സെൻറ്റർ വരും. സെൻറ്ററിൽ വന്നിട്ട് നേരെ താഴോട്ടിട്ടാൽ നമുക്ക് 4th ഇടാം. ഇനി 3rd ഇടണമെന്നുണ്ടെങ്കിലോ ഇവിടുന്ന് ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ ന്യൂട്രൽ സെൻറ്ററിൽ വരുന്നു, എന്നിട്ട് മേളിലേക്ക് ഇടുന്നു. 3rd ഇടാം. ഇനി 3rd നിന്ന് 2nd വരണമെന്നുണ്ടെങ്കിലോ ഇവിടെ ന്യൂട്രൽ പോയിന്റിൽ വരിക, ഇങ്ങോട്ട് ചേരണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ് സെൻറ്റർ ഇങ്ങോട്ട് ചേരുക. കൈ ഇങ്ങനെ പിടിക്കുന്നതാണ് 2nd ഇടുമ്പോൾ ഏറ്റവും നല്ലത്. ഇങ്ങനെ പിടിക്കുക, താഴോട്ട് ഇടുക. അപ്പോൾ 2nd ഇടാം. ഇനി ഫസ്റ്റ് ഇടുമ്പോഴോ ഇവിടെ തന്നെ പിടിക്കുക. ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ് മേലേക്ക് വരുമ്പോൾ 1st ഗിയർ ഇടാം. അപ്പം ഇതാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഓർത്തിരിക്കേണ്ടത്. അതിന് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഈ ന്യൂട്രൽ എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടായിരിക്കണം. കാരണം വണ്ടി പഠിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർ ഈ ന്യൂട്രൽ മറന്നു പോകും. അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. ചിന്തിക്കാതെ ഗിയർ ഇടുന്ന സമയത്ത് പലപ്പോഴും ന്യൂട്രൽ വന്ന് വീണോന്ന് പോലും പല ആൾക്കാർക്കും സംശയം ഉണ്ടാകും. അപ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഏത് ഗിയറിലാണ് നിങ്ങളുടെ വണ്ടി പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടുള്ള ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ 1st ഗിയറിൽ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ 1st ഗിയറും 2nd ഗിയറിനെ കുറിച്ച് ഓർത്തിരിക്കുക. 1st ഗിയർ എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിയറാണ്. 2nd ഗിയറും അതിനോടടുത്ത ഒരു ഗിയർ തന്നെയാണ്. അപ്പോൾ ഈ 2 ഗിയറിലും നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ്റെ സൗണ്ട് ഫീൽ ചെയ്യും. നല്ല രീതിയിലുള്ള ഒരു കട്ടി നമ്മൾ ഫീൽ ചെയ്യും. ഒരു പരിധിക്കപ്പുറം സ്പീഡ് കൊടുത്താലും വണ്ടി നീങ്ങത്തില്ല. ഈ 2 ഗിയറിൻ്റെ ഒരു പ്രത്യേകതയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കുറവാണ്. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ മൂവ് ആകുന്നുണ്ട്, സ്പീഡ് കുറവാണെന്ന് തോന്നിയാൽ, അതായത് മൂവ്മെൻ്റ് ഉണ്ട് പക്ഷെങ്കിൽ സ്പീഡ് കുറവാണ്. ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് സ്പീഡ് കുറവാണ്, ഒച്ചയിൽ കൂടുതൽ, സൗണ്ടിൽ കൂടുതൽ വ്യത്യാസമുണ്ട്, ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർക്കുക 2nd ഗിയറോ അല്ലെങ്കിൽ 1st ഗിയറോ ആയിരിക്കും. എന്നാൽ 3rd ഉം 4th ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 ഗിയറും കുറേ കൂടെ സ്മൂത്താണ്. നമ്മളൊരു 3rd ഗിയറിലോ 4th ഗിയറിലേക്ക് പോകുന്ന സമയത്ത് വാഹനം വളരെ സ്മൂത്തായിട്ട് പോകും. വാഹനത്തിൻ്റെ സൗണ്ട് കുറവാണ്. നമ്മൾ ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന് നല്ലൊരു മൂവ് ഉണ്ടാകും. വണ്ടി നല്ല രീതിയിലുള്ള ഒരു മൂവ് ഉണ്ടാകും, സ്മൂത്ത് ആയിരിക്കും. അത് 3rd ഗിയറിൻ്റെ ഒരു പ്രത്യേകതയാണ്. 4th വരുമ്പോഴത്തേന് ആ സ്മൂത്ത്നെസ് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകും, അതായത് നല്ല സ്മൂത്ത് ആവും. 5th വന്നു കഴിഞ്ഞാലോ ഒന്നും പറയേണ്ട. നമ്മളൊരു റോഡിൽ പോകുന്ന സമയത്ത് കനം കുറഞ്ഞ ഒരു പേപ്പർ പറന്നു പോകുന്ന രീതിയിലായിരിക്കും വാഹനത്തിന് മൂവ്മെൻറ്റ്സ്, അത്രയും സ്മൂത്ത് ആയിരിക്കും. ഇതാണ് 5th ഗിയറിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ നിങ്ങൾ ഓരോ ഗിയർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പോകുന്ന സമയത്ത് വണ്ടിക്ക് ആവറേജ് ഒരു സ്പീഡ് ഉണ്ട്. ഒരു 3rd ഗിയറിലൊക്കെ പോകുമ്പോൾ ഒരു 30 കിലോമീറ്റർ മേളിൽ സ്പീഡ് ഉണ്ടെങ്കിൽ ഓർക്കുക നമ്മൾ പോകുന്നത് 3rd ഗിയറിലായിരിക്കും. ഒരു 40 കിലോമീറ്റർ മേളിലാണ് സ്പീഡെങ്കിൽ 4th ഗിയറിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഗിയറിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടുന്ന വണ്ടിയിൽ ഏത് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് നമുക്ക് ഗിയർ ലിവർ നോക്കാതെ തന്നെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.